എ പെർഫെക്റ്റ് ക്രൈം. മിഥില മോഹൻ വധക്കേസിനെ ഇങ്ങനെ വിശേഷിപ്പിക്കാം. 2006 ഏപ്രിൽ 5 കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ പിറ്റേന്ന് ഇന്ത്യ-ഇംഗ്ലണ്ട് ക്രിക്കറ്റ് മത്സരം നടക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റേഡിയത്തിന് സുരക്ഷാ ഭീഷണിയുള്ളതുകൊണ്ട് 2 ദിവസം മുമ്പ് തന്നെ സ്റ്റേഡിയം ശക്തമായ സുരക്ഷാ വലയത്തിലായി കഴിഞ്ഞിരുന്നു. പോലീസിന്റെ ശ്രദ്ധ മുഴുവൻ സ്റ്റേഡിയത്തിലും പരിസരത്തുമായിരുന്നു. ആ സമയത്ത് അബ്കാരി കോൺട്രാക്ടറായ മിഥില മോഹൻ എന്ന VM മോഹന്റെ വീടിന് മുന്നിൽ ഒരു ബൈക്ക് വന്നു നിൽക്കുന്നു. ആ ബൈക്കിൽ നിന്ന് 2 പേർ ഇറങ്ങി. അവർ മുഖം മറച്ചിട്ടുണ്ടായിരുന്നു. അവർ മിഥില മോഹന്റെ വീടിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. അപ്പോൾ സമയം രാത്രി 8:30 മണി കഴിഞ്ഞിരുന്നു. കോളിംഗ് ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറന്നത് മോഹൻ തന്നെയായിരുന്നു. മോഹന് അവന് പരിചയമുണ്ടായിരുന്നില്ല. ഒന്നും ചോദിക്കാനോ പറയാനോ ഉള്ള അവസരം കിട്ടിയതുമില്ല. നിമിഷങ്ങൾക്കുള്ളിൽ അപരിചിതരായ ആ ചെറുപ്പക്കാർ മോഹന്റെ നെഞ്ചിലേക്ക് നിറയൊഴിച്ചു 5 തവണ. വെടിയൊച്ച കേട്ട് മോഹന്റെ ഭാര്യയും മരുമകളും പുറത്തേക്ക് ഓടി വന്നപ്പോൾ വെടിയേറ്റ് നിലത്തു വീണ് ചോരയിൽ കിടന്നു പിടയുന്ന മോഹനെയാണ് കണ്ടത്. അതൊരു വിഷുക്കാലം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അയൽപക്കത്തെ വീടുകളിലൊക്കെ പടക്കം പൊട്ടുന്നുണ്ടായിരുന്നു. പടക്കത്തിന്റെ ശബ്ദത്തിൽ വെടിയൊച്ചയും മോഹന്റെ ആർത്തനാദവുമൊന്നും അയൽപക്കത്തുള്ളവരാരും കേട്ടില്ല. കൃത്യം നടത്തിയ ശേഷം പ്രതികൾ പുറത്തു വെച്ചിരുന്ന ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. അപ്പോഴേക്കും വീടിനകത്തുണ്ടായിരുന്നവരൊക്കെ ഓടിയെത്തി പോലീസിൽ വിവരമറിയിച്ചു. കൊച്ചി സിറ്റിയിലെ മുഴുവൻ പോലീസ് സേനയും ക്രിക്കറ്റ് മത്സരം നടക്കുന്ന ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ സുരക്ഷാ ചുമതലയിലായിരുന്നതുകൊണ്ട് മിഥില മോഹന്റെ വീട്ടിലെത്താനും അയാളെ ആശുപത്രിയിൽ എത്തിക്കാനും വൈകി. പിറ്റേന്ന് നടക്കുന്ന മത്സരം കാണാനായി 25,000-ത്തിലധികം ഇതര സംസ്ഥാനക്കാരായ ക്രിക്കറ്റ് പ്രേമികൾ കൊച്ചി നഗരത്തിലെത്തിയിരുന്നു. കൊലയാളികൾ അവർക്കിടയിലേക്ക് ഊളിയിട്ടു. വെടിയേറ്റ് വീണ മോഹൻ മരണപ്പെട്ടിരുന്നു. പോലീസ് സ്ഥലത്തെത്തി നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി. മോഹന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. 5 വെടിയുണ്ടകളാണ് അയാളുടെ മൃതദേഹത്തിൽ നിന്ന് കിട്ടിയത്. പക്ഷേ കൊലയാളികളെക്കുറിച്ചുള്ള യാതൊരു സൂചനകളും പോലീസിന് കിട്ടിയില്ല. സംഭവം വലിയ വിവാദമായി. ലോക്കൽ പോലീസ് കേസ് അന്വേഷിച്ചെങ്കിലും കാര്യമില്ലാതെ വന്നതോടെ 2006 ജൂൺ 9 കേസിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറി. ക്രൈംബ്രാഞ്ച് മോഹനുമായി ശത്രുതയുള്ളവരെക്കുറിച്ച് അന്വേഷിച്ചു. അബ്കാരി കോൺട്രാക്ടർ ആയതുകൊണ്ട് തന്നെ മോഹന് നിരവധി ശത്രുക്കളുണ്ടായിരുന്നു. മോഹന്റെ സഹായിയായ സദാനന്ദനെയും ലോറി ഡ്രൈവറായ അൻവറിനെയും സ്പിരിറ്റ് കടത്തുകാരനായ റാഫിയെയും ഒക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ സംശയിച്ചു. പക്ഷേ കുരുമുളക് കണ്ണൻ എന്ന തൃശൂർ പാട്ടുരയ്ക്കൽ മാമ്പുള്ളി സന്തോഷ് കുമാറിലേക്കായിരുന്നു സംശയം നീണ്ടത്. കൊല്ലപ്പെട്ട മോഹന്റെ സഹായിയായിരുന്നു ഒരു കാലത്ത് സന്തോഷ്. പിന്നീട് ഇവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞു. സന്തോഷ് കേരളത്തിൽ നിന്ന് വാഹനങ്ങൾ മോഷ്ടിച്ച് വിൽക്കുന്നതായിട്ടും അയാൾക്ക് തമിഴ്നാട്ടിൽ ചില ബന്ധങ്ങൾ ഉള്ളതായിട്ടും ക്രൈംബ്രാഞ്ചിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. മോഹൻ കൊല്ലപ്പെട്ടതിൻ്റെ 5-ാം ദിവസം പോലീസ് കണ്ണനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചിരുന്നു. പലപ്പോഴായി 16 തവണ ക്രൈംബ്രാഞ്ച് ഇയാളെ ചോദ്യം ചെയ്തു. പക്ഷേ തനിക്ക് ഒന്നും അറിയില്ല എന്നായിരുന്നു സന്തോഷിൻ്റെ നിലപാട്. ഒടുവിൽ നുണപരിശോധന നടത്തുമെന്ന ക്രൈംബ്രാഞ്ചിൻ്റെ ഭീഷണിയിൽ സന്തോഷ് വീണു. 2013 ഏപ്രിൽ 12 ക്രൈംബ്രാഞ്ച് സന്തോഷിനെ അറസ്റ്റ് ചെയ്തു. എറണാകുളം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സന്തോഷിനെ 12 ദിവസത്തേക്ക് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. മോഹനുമായി തെറ്റിപ്പിരിച്ച ശേഷം സന്തോഷ് സ്വന്തമായി സ്പിരിറ്റ് കടത്താൻ തുടങ്ങി. ഇയാളുടെ സ്പിരിറ്റ് ലോറികൾ പലതവണ മോഹൻ പോലീസിനും എക്സൈസിനും ഒറ്റിക്കൊടുത്തു. സന്തോഷിന്റെ സ്പിരിറ്റ് ലോറി ഗുണ്ടകളെ കൊണ്ട് തട്ടിയെടുപ്പിച്ചിട്ട് വിട്ടുകൊടുക്കാൻ വേണ്ടി 3 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു. അതോടെ മോഹൻ ജീവിച്ചിരിക്കുമ്പോൾ തനിക്ക് ഈ രംഗത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് സന്തോഷിന് തോന്നി. എങ്ങനെയും മോഹനെ ഇല്ലാതാക്കണം. ആ തീരുമാനത്തിൽ സന്തോഷ് എത്തിച്ചേർന്നു. അങ്ങനെ സന്തോഷ് തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ പാണ്ടി എന്നൊരു ഗുണ്ടയ്ക്ക് മോഹനെ കൊലപ്പെടുത്താനായി കൊട്ടേഷൻ നൽകി. സന്തോഷും ചെന്നൈയിലെത്തി. അവിടെ വെച്ച് പാണ്ഡ്യനെ കണ്ടു. പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്തു. 10 ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ ഉറപ്പിച്ചു. 20,000 രൂപ അഡ്വാൻസും കൊടുത്തു. അങ്ങനെ പാണ്ഡ്യൻ ഏർപ്പെടുത്തിയ മതിവണ്ണനും ഉപ്പാളിയും കൊച്ചിയിലെത്തിയ വാടക കൊലയാളികൾക്ക് സന്തോഷ് മോഹനെ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കെ ഇംതിയാസ് എന്നൊരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഗുണ്ടാ തലവനായ ആനക്കാട്ടിൽ അനീഷ് ആന്റണി എന്ന മരട് അനീഷിന്റെ ചില കൂട്ടാളികളെ പോലീസ് ചോദ്യം ചെയ്തു. അവർ തമിഴ്നാട്ടുകാരായിരുന്നു. അവർ ചോദ്യം ചെയ്തപ്പോൾ മതിവണ്ണൻ എന്നൊരാളെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടി. ഷാർപ്പ് ഷൂട്ടർ എന്നാണ് മതിവണ്ണൻ അറിയപ്പെടുന്നത്. മതിവണ്ണൻ, കോടിയക്കരൈ, കലംകരവിളക്ക് ഇതായിരുന്നു അയാളുടെ മേൽവിലാസം. മരട് അനീഷിന്റെ കൂട്ടാളികളിൽ നിന്ന് കിട്ടിയ ഈ മേൽവിലാസത്തിന്റെ പിന്നാലെ കേരള പോലീസ് തമിഴ്നാട്ടിലെത്തി. തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന്റെ സഹായവും പോലീസിന് കിട്ടി. കലംകര വിളക്ക് എന്നതിന്റെ അർത്ഥം ലൈറ്റ് ഹൗസ് എന്നാണ്. പോലീസ് നാഗപട്ടണത്തെ വേദാരണ്യം കോടിയക്കര ലൈറ്റ് ഹൗസിനടുത്തെത്തി. അവിടെ തുടങ്ങി മതിവണ്ണനെക്കുറിച്ചുള്ള അന്വേഷണം. ക്യൂ ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ഒരു വിവരം നൽകി. ഈ സ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് തമിഴ് പുലികളുടെ, അതായത് LTTക്കാരുടെ ഒളിത്താവളമാണ്. വേലുപ്പിള്ള പ്രഭാകരൻ കൊല്ലപ്പെട്ടതിനു ശേഷം തമിഴ് പുലികൾ ഇവിടെ വരാറുണ്ട്. ഇവിടെ ഒരു ക്രൈം ഏജന്റ് ഉണ്ട്.
എന്ന് വെച്ചാൽ വലിയ കൊട്ടേഷനുകൾ ഏറ്റെടുക്കുന്ന ഒരു ഏജന്റ്. പേര് സിലോൺ മോഹൻ. ഈ സിലോൺ മോഹൻ ഏറ്റെടുക്കുന്ന കൊട്ടേഷനുകളൊക്കെ ഏൽപ്പിക്കുന്നത് ഡിണ്ടിഗൽ പാണ്ഡി എന്ന ഗുണ്ടാത്തലവനെയാണ്. ഡിണ്ടിഗൽ പാണ്ഡി കടൽ കടന്നെത്തി ഇവിടെ തമ്പടിച്ചിരിക്കുന്ന തമിഴ് പുലികളെ കൊട്ടേഷൻ പണിക്ക് അയക്കാറുണ്ട്, പ്രത്യേകിച്ച് വെടിവയ്പ് ആവശ്യമുള്ളപ്പോൾ. ഇവരുടെ കൂട്ടത്തിലെ ഉപ്പാളിയും മതിവണ്ണനും കേരളത്തിൽ വന്ന് കൊല നടത്തിയിട്ടുള്ളതായി ഞങ്ങൾക്കറിയാം. ഇങ്ങനെയൊരു വിവരം തമിഴ്നാട് ക്യൂബ്രാഞ്ച് ഉദ്യോഗസ്ഥർ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരോട് പറഞ്ഞു. കേസിലെ 2ഉം 3ഉം പ്രതികളായ ഉപ്പാളിയും മതിവണ്ണനും ശ്രീലങ്കൻ ബന്ധമുണ്ടെന്നും സമയം നൽകിയാൽ അവരെ അറസ്റ്റ് ചെയ്യാമെന്നും ക്രൈംബ്രാഞ്ച് ഹൈക്കോടതിയെ അറിയിച്ചു. കേസിലെ 2ാം പ്രതിയായ ഡിണ്ടിഗൽ പാണ്ഡി പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് കേസന്വേഷണത്തെ പ്രതിസന്ധിയിലാക്കിയെന്ന് ക്രൈംബ്രാഞ്ച് SP KM സാബു മാത്യു ഹൈക്കോടതിയിൽ വിശദീകരണം നൽകി. പ്രതികളെ പിടികൂടാൻ സമയം നീട്ടിച്ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സമയം നീട്ടി നൽകുകയും ചെയ്തു ഹൈക്കോടതി. എന്നാൽ പ്രതികളെ പിടികൂടാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞില്ല. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം തൃപ്തികരമല്ലെന്നും അതുകൊണ്ട് തന്നെ അന്വേഷണം CBIക്ക് കൈമാറണമെന്നും ആവശ്യപ്പെട്ട് മിഥില മോഹന്റെ മകൻ മനീഷ് ഹൈക്കോടതിയെ സമീപിച്ചു. കൊലപാതകത്തിൽ ശ്രീലങ്കക്കാരാണ് പ്രതികളെന്നും അവർക്ക് LTTEയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നതായും പോലീസ് വ്യക്തമാക്കിയിരുന്നു. ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിൽ കൊലപാതകം നടന്ന് 12 വർഷങ്ങൾക്കു ശേഷം 2018 ജനുവരി 11 കേസിന്റെ അന്വേഷണം ഹൈക്കോടതി CBIക്ക് കൈമാറി. പക്ഷേ കേസന്വേഷണം മുന്നോട്ട് പോയില്ല. അതിന് CBIക്ക് അവരുടേതായ കാരണങ്ങളുമുണ്ടായിരുന്നു. കേസിൽ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത സന്തോഷ് 3 മാസത്തോളം റിമാൻഡിൽ കഴിഞ്ഞു. കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ അയാൾ പിന്നീട് ജാമ്യത്തിലിറങ്ങി. മോഹനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ കൊടുത്ത സന്തോഷിനറിയില്ല ആരാണ് വെടിതുർത്ത ആ 2 പേരെന്ന്. സന്തോഷ് കൊട്ടേഷൻ കൊടുത്തത് ഡിണ്ടിഗൽ പാണ്ഡി എന്ന ഗുണ്ടാത്തലവനായിരുന്നു. 10 ലക്ഷം രൂപയ്ക്ക് കരാർ ഉറപ്പിച്ച് കൊട്ടേഷൻ കൊടുക്കുമ്പോൾ ഒരു കാര്യം മാത്രമേ സന്തോഷ് പാണ്ഡ്യയോട് ആവശ്യപ്പെട്ടുള്ളൂ. സംഗതി നടപ്പാക്കാൻ വരുന്നവർ കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ളവരാകാതിരുന്നാൽ നല്ലത്. വന്നത് ശ്രീലങ്കയിൽ നിന്ന് വേദാരണ്യത്തിൽ തമ്പടിച്ചിരുന്ന ശ്രീലങ്കക്കാരായ ഉപ്പാളിയും മതിവണ്ണനും. കൊലയാളികളെ കണ്ടെത്താൻ കൊട്ടേഷൻ ഏറ്റെടുത്ത ഡിണ്ടിഗൽ പാണ്ഡ്യയെ ചോദ്യം ചെയ്യണം. പക്ഷേ അതൊരിക്കലും കഴിയില്ല. തമിഴ്നാട് പോലീസുമായി നീലഗിരിയിൽ നടന്ന ഒരു ഏറ്റുമുട്ടലിൽ പോലീസിന്റെ വെടിയേറ്റ് പാണ്ഡ്യ കൊല്ലപ്പെട്ടു. പിന്നീട് കർണാടകയിലും പോണ്ടിച്ചേരിയിലും ആന്ധ്രയിലും അടക്കം അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല. 2018 മാർച്ചിൽ സന്തോഷ് കുമാർ, പാണ്ഡി, മതിവണ്ണൻ, ഉപ്പാളി എന്നിവരെ പ്രതികളാക്കി രജിസ്റ്റർ ചെയ്ത FIR CBI എറണാകുളം CJM കോടതിയിൽ സമർപ്പിച്ചു. ലോക്കൽ പോലീസിനും ക്രൈംബ്രാഞ്ചിനും കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അന്വേഷണത്തിൽ വീഴ്ചയുണ്ടായിരുന്നത് വ്യക്തം. മിഥില മോഹൻ കൊല്ലപ്പെടുന്നത് 2006 ഏപ്രിൽ 5, പാണ്ഡ്യ കൊല്ലപ്പെടുന്നത് 2010 ജൂണിൽ. ഈ 4 വർഷങ്ങൾ ക്രൈംബ്രാഞ്ച് എന്തു ചെയ്യുകയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഇന്നും ഉത്തരമില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. കൊല്ലപ്പെട്ട മിഥില മോഹന്റെ 3 ജോലിക്കാർ, കൊലയാളികളെ കണ്ടാൽ തിരിച്ചറിയാൻ സാധ്യതയുണ്ടായിരുന്ന അയൽവാസിയായ ഒരു ചെറുപ്പക്കാരൻ, കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ഒരാൾ, ഇങ്ങനെ 5 പേരാണ് കേസന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ ദുരൂഹ സാഹചര്യങ്ങളിൽ മരണപ്പെട്ടത്. ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തി ഒടുവിൽ മിഥില മോഹൻ വധക്കേസ് ഇന്നും CBI അന്വേഷണത്തിലാണ്.